നാലാമനായി 250 കോടി ക്ലബിൽ. ശിവകാർത്തികേയന് മുൻപ് ഈ നേട്ടം കൈവരിച്ച തമിഴ് താരങ്ങൾ. കരിയറിൽ വലിയ ബ്രേക്ക് നൽകുന്ന ചിത്രങ്ങൾക്കാണ് ഏതൊരു താരവും കാത്തിരിക്കുന്നത്. ചില ചിത്രങ്ങൾ അഭിനേതാക്കളുടെ മുന്നോട്ടുള്ള കരിയറിലെ അടിമുടി മാറ്റിമറിക്കാറുണ്ട്. പ്രഭാസിന് ബാഹുബലിയും യശിന് കെജിഎഫുമൊക്കെ അത്തരത്തിലുള്ള ഉദാഹരണങ്ങളാണ്. ഇപ്പോഴിതാ തമിഴ് സിനിമയിൽ നിന്നാണ് ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം. ശിവകാർത്തികേയനെ നായകനാക്കി രാജ്കുമാര് പെരിയസാമി സംവിധാനം ചെയ്ത അമരൻ വലിയ വിജയം നേടുമ്പോൾ അത് നായക താരത്തിന്റെ കരിയറിലും വലിയ വളർച്ച സൃഷ്ടിക്കുകയാണ്. ആഗോള ബോക്സ് ഓഫീസിൽ 250 കോടിയും കടന്നു മുന്നേറുകയാണ് ചിത്രം. ദീപാവലി റിലീസ് ആയി എത്തിയ ചിത്രത്തിന് 3-ാം വാരത്തിലും മികച്ച സ്ക്രീൻ കൗണ്ടും തിയേറ്റർ ഒക്കുപ്പൻസിയുമുണ്ട്. ഫാമിലി ഓഡിയൻസും കാര്യമായി എത്തുന്നതിനാൽ കളക്ഷനിൽ ഇനിയും നാഴികക്കല്ലുകൾ മറികടക്കും ചിത്രം എന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം സോളോ ഹീറോ ആയി 250 കോടി ക്ലബിൽ കയറുന്ന 4-ാമത്തെ തമിഴ് താരം ആയിരിക്കുകയാണ് ശിവകാർത്തികേയൻ. രജനികാന്ത്, വിജയ്, കമൽ ഹാസൻ എന്നിവരാണ് സോളോ ഹീറോ ചിത്രങ്ങളിലൂടെ ഇതിനു മുൻപ് 250 കോടി ക്ലബിൽ തമിഴ് സിനിമയിൽ നിന്ന് ഇടം പിടിച്ച നായകന്മാർ. അതിൽ വിജയ്ക്കാണ് 250 കോടി ക്ലബിൽ കൂടുതൽ ചിത്രങ്ങൾ. 7 വിജയ് ചിത്രങ്ങളാണ് ഈ നേട്ടം ഇതുവരെ കൈവരിച്ചിട്ടുള്ളത്. ലിയോ, ഗോട്ട്, ബിഗിൽ, വാരിസ്, സർക്കാർ, മെർസൽ, മാസ്റ്റർ എന്നിവയാണ് അവ. രജനികാന്തിന്റെ 2.0, ജയിലർ, കബാലി, എന്തിരൻ എന്നീ ചിത്രങ്ങളും 250 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു. ലോകേഷ് കനകരാജിന്റെ വിക്രത്തിലൂടെയാണ് കമൽ ഹാസന് ഈ നേട്ടം സ്വന്തമാക്കിയത്. മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയിൻ സെൽവൻ 1, 2 എന്നീ ചിത്രങ്ങൾ ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും അവ സോളോ ഹീറോ ചിത്രങ്ങളായി എണ്ണാനാവില്ല. അതേസമയം അമരൻ ഏറ്റവും ചുരുങ്ങിയത് 300 കോടി ക്ലബിലെങ്കിലും എത്തുമെന്നാണ് കരുതപ്പെടുന്നത്.